ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് അഗ്ലോണിമയുടെ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെഡ് വൈൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ ഇത് സീലിംഗ് ആണ്, അപ്പോൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് അഗ്ലോണിമയുടെ പോട്ടി മിക്സ് ചോദിച്ചിട്ടായിരുന്നു. സോ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് കേട്ടോ. ഇതിൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കണ്ടു, ഇതുപോലെ ഞാര് കൂടുതലുള്ള ചകിരിച്ചോറ്, അതുപോലെ തന്നെ ക്ലേ ബോൾസ്, പിന്നെ പെർലൈറ്റ്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ പോട്ടിൽ കെട്ടി നിൽക്കാണ്ട് നേരിട്ട് നമുക്ക് താഴത്തേക്ക് പോകണം. മണ്ണ് നമ്മളിവിടെ തീരെ യൂസ് ചെയ്യണില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ മണ്ണൊക്കെ യൂസ് ചെയ്യാം. കാരണം ഇത് രണ്ടും ഇൻഡോർ പ്ലാന്റ്സിന് പറ്റിയ ബെസ്റ്റ് വളങ്ങളാണ്. സോ നമുക്ക് അത് യൂസ് ചെയ്യും. അതല്ല, ഇപ്പോൾ സെയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഈ ഒരു പോട്ടി മിക്സ് ആയിരിക്കും നല്ലത്. കാരണം എക്സ്പെഷ്യലി അഗ്ലോണിമ പ്ലാന്റ്സ് പറഞ്ഞാൽ നമുക്ക് ഡാമേജ് വരുന്ന അല്ലെങ്കിൽ ചീച്ചിൽ വരുന്ന ഒരു പ്ലാന്റാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു 1 ഇയറായിട്ട് ഈ സെയിം പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ നിന്ന് പ്ലാന്റ്സ് മേടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പ്രത്യേകം പറയാറുണ്ട്, ഇതാണ് നമ്മുടെ പോട്ടി മിക്സ്. മണ്ണ് തീരെ യൂസ് ചെയ്യരുത്. മണ്ണ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ഹെൽത്ത് ആവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മണൽ യൂസ് ചെയ്യാം. എനിക്കിവിടെ മണൽ അങ്ങനെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സിനും, ഇപ്പോൾ പൂനെ വെറൈറ്റി ആയിക്കോട്ടെ, തായ്ലൻഡ് വെറൈറ്റി ആയിക്കോട്ടെ, നമ്മുടെ നാടൻ വെറൈറ്റീസും എല്ലാതും ഈ ഒരു പോട്ടി മിക്സാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ക്ലേ ബോൾസ്, ഞാറുള്ള ചകിരി, പിന്നെ ഇതിൽ ഇത് ചകിരിയുടെ ചിപ്സ് ഉണ്ട് കുറച്ച് കണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലാറ്റിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ മണ്ണില്ലാത്തവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോട്ടി മിക്സാണ്. ആഴ്ചയിൽ നമുക്ക് ഒരു വട്ടമൊക്കെ നനച്ച് കൊടുത്താൽ മതിയായിരിക്കും. കാരണം അത്രയ്ക്കും എഫക്റ്റീവാണ്. ഈ ഒരു ക്ലേ ബോൾസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വാട്ടർ അബ്സോർബ് ചെയ്യും. ഇതിൽ ഇതുപോലെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് നോക്കി കാണാതിരിക്കും, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. സോ ഇതിൽ നമുക്ക് വെള്ളമായാലും എന്ത് വളങ്ങളായാലും ഇത് അബ്സോർബ് ചെയ്തോളും. സോ നമുക്ക് വീക്കിലി ഒരു വട്ടമൊക്കെ നമുക്ക് നനച്ച് കൊടുത്താൽ മതി. പ്ലാന്റ്സിന് നമുക്ക് ഡാമേജ് എനിക്ക് തോന്നുന്നു ഒരു 90% നമുക്ക് ഡാമേജും ഒഴിവാക്കാം. ഇത് ഞാൻ സീഡ്ലിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഇപ്പം നമ്മുടെ കയ്യിൽ ബിഗ് സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണ്ട നല്ലപോലെ റൂട്ട് പിടിക്കാനും എല്ലാം അതും പറ്റിയിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങൾക്കിതുപോലെ നോഡൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കണവർക്കും പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സാണ്. പെട്ടെന്ന് റൂട്ട് വരാൻ ഞാൻ ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പോട്ടി മിക്സ്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കുക, എന്താ റിസൾട്ട് നോക്കുക. എങ്ങനെയായാലും ഒരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണിത്. നമുക്ക് പുതിയ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്കിവിടെ നഴ്സറിയിൽ കൊണ്ടുവയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ പുതിയ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി പേര് ക്ലേ ബോൾസ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് കഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ ക്ലേ ബോൾസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 1 kg 150 ആണ് റേറ്റ് വരുന്നത്, കൊറിയർ ചാർജ് എക്സ്ട്രാ. അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്